ഏതൊരു ശിവക്ഷേത്രത്തിലെയും പോലെ ധാരയും വിളക്കും കൂളമാലയാണ് എല്ലാ ശിവനും പ്രധാനമാണല്ലോ. അതുപോലെ തന്നെ അതിവിടെ പ്രധാനമാണ്. അതിന് പുറമെ മംഗല്യയോഗം വൈകിയ ആൾക്കാർക്ക് ഇവിടെ എല്ലാ മാസവും 30 തിങ്കളാഴ്ച ഉമാമഹേശ്വര പൂജയായിട്ട് കഴിച്ചിട്ട് അവർക്ക് ഫലപ്രാപ്തി കിട്ടിയതായിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ അതിന് ശേഷം ദാമ്പത്യം സുഖമായിട്ടൊക്കെ പോകാനായിട്ട് ദമ്പതി പൂജയായിട്ടും ചെയ്യാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വളരെ ഫലപ്രദമായിട്ട് വരുന്നുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാസം ശ്രീരുദ്രൻ ധാരയാണുള്ളത്. എല്ലാ മാസവും തിരുവാതിര നാളിൽ ശ്രീരുദ്രൻ ധാര 11 ശ്രീരുദ്രൻ ധാര ചെയ്യാറുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമിതിയും ദേവസ്വവും ഒക്കെ ഉത്സാഹിച്ചിട്ട് പലയിടത്തും ഫ്ലക്സുകൾ സ്ഥാപിക്കുകയും അങ്ങനെ പലയിടത്തും പോയി സംഭാവന പിരിക്കുകയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഇടയ്ക്കാണ് ആൾക്കാർ ഇങ്ങനൊരു ക്ഷേത്രവും ഇതിൻ്റെ ഒരു മഹത്വമൊക്കെ മനസ്സിലാക്കി പുറമേ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങുന്നത് ഇപ്പോഴാണ്. വളരെ നല്ല ഒരു പ്രതികരണമാണ് അവിടെ നിന്നൊക്കെ കിട്ടാറ്. ക്ഷേത്ര